എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കഥാനായിക സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നാരായണിയുടെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്ന ആ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ബാലഗോപാലിനെ പിന്തുടർന്ന് സാക്ഷാൽ ആ ഒരു കളരിക്കൽ അമ്മയായി നമ്മുടെ നാരായണി എത്തുകയാണ്. ബാലഗോപാലിന്റെ ഒരു സ്വപ്നം മാത്രമാണത്. അങ്ങനെ ബാലഗോപാലൻ നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു സമയത്ത് ദേവി തന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ശൂലം വെച്ച് ബാലഗോപാലിന്റെ വയറ്റിനിട്ട് കുത്തുന്നതായിട്ടാണ് നമ്മളെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആയത്. അങ്ങനെ ബാലഗോപാലൻ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന ആ ഒരു സമയത്ത് ബാലഗോപാലൻ ഓർക്കുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നാരായണിയുടെ അമ്മയെയും അതുപോലെ തന്നെ അച്ഛനെയും ഒക്കെ ഇവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ്. നാരായണിയുടെ അമ്മയോടാണെങ്കിൽ വളരെ മോശമായിട്ടാണ് ഈ ഒരു ബാലഗോപാലൻ ഇടപെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ശരത്തിനെ കുടിപ്പിച്ച് നല്ലൊരു മുഴുക്കുടിയനാക്കി, അത്യാവശ്യം കുടിക്കുന്ന ഒരാൾ തന്നെയാണ്, എന്നാൽ പോലും നല്ല രീതിയിൽ കുടിപ്പിച്ച് എല്ലാ ദിവസവും ലെക്ക് കെട്ട് വരുന്ന ഒരു അവസ്ഥയിലാക്കി ഈ ബാലഗോപാലൻ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മുതലെടുക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ നമ്മുടെ നാരായണിയുടെ അമ്മ പത്മജ നല്ല രീതിയിൽ തന്നെ ബാലഗോപാലിനോട് പ്രതികരിക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ മനസ്സിൽ കരുതിയ ആ ഒരു കാര്യങ്ങളൊന്നും നടപ്പാകാത്തതിന്റെ സങ്കടത്തിലൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെതാ സ്വപ്നത്തിൽ കൂടിയും പത്മജയുടെയും അതുപോലെ തന്നെ പത്മജയുടെ മകളുടെയും ആ ഒരു ചിന്തകളാണ് നമ്മുടെ ആ ഒരു ബാലഗോപാലിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നാരായണി ആണെങ്കിൽ ഇതാ അമ്പൂറ്റുമാമന്റെ കടയിലേക്ക് പോവാണ്. അപ്പൊ പോകുന്ന വഴി നമ്മുടെ നാരായണി പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാരായണിക്ക് സ്വപ്ന ദർശനം ഉണ്ടായല്ലോ, അമ്മയ്ക്ക് സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം അതെല്ലാം ഇവൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആ ഒരു ബാലഗോപാലിന്റെ ജീപ്പ് അതുവഴി കടന്നു പോവാണ്. കടന്നു പോകുന്ന സമയത്ത് നാരായണിയാണെങ്കിൽ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവന്റെ ആ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്നത് പാവം നമ്മുടെ അനൂപ് ഡോക്ടറെയാണ്. അപ്പം അനൂപുമായിട്ടുള്ള ആ ഒരു കല്യാണത്തിന് ഇപ്പൊ ഈ ബാലമാമന് എതിരായത് കൊണ്ട് തന്നെ ഇയാളുടെ സമ്മതത്തോടു കൂടി ഒരു കാരണവശാലും അനൂപിന്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയും അനൂപിന്റെ മനസ്സിലൊരു ഇടം പറ്റി അങ്ങനെ കയറി കൂടണം എന്നുള്ള ചിന്തയിലാണ് നാരായണി നടക്കുന്നത്. അപ്പോഴാണ് ഇതാ നാരായണി അനൂപിന്റെ വീട്ടിലേക്കൊന്ന് പോയാലോ എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെ നാരായണി ഇതാ അനൂപ് താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന പാടെ തന്നെ അനൂപാണെങ്കിലും അത് അതിശയിച്ച് നിൽക്കുക കേട്ടോ. താൻ കാണണമെന്ന് ആഗ്രഹിച്ച നാരായണി താൻ മുന്നിൽ വന്നിരിക്കുന്നു. അപ്പൊ ബാലമാമ പറഞ്ഞതനുസരിച്ച് ഇനി ക്ഷേത്രത്തിലേക്കേ പോകരുത്, നാരായണിയെ കണ്ടാൽ സംസാരിക്കാനും പാടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 ദിവസമായി നാരായണിയുടെ പിന്നാലെ നടക്കാനായിട്ട് തനിക്ക് സാധിക്കില്ലല്ലോ. ആ ഒരു വിഷമത്തിലൊക്കെയാണ്. ഇല്ലെങ്കിൽ ഈ ബാലഗോപാലൻ ഈ നാട്ടിൽ നിന്ന് പോണം, എന്നാൽ മാത്രമേ ഇനി തനിക്ക് നാരായണിക്ക് പിന്നാലെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിഷമത്തിലിരുന്ന നമ്മുടെ അനൂപിന് മുന്നിലേക്കാണ് നാരായണി എത്തിപ്പെടുന്നത്. നാരായണി വന്ന പാടെ തന്നെ അനൂപ് ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ട് നിന്നപ്പോഴാണ് ഇവള് വരുന്നത്. അതുകൊണ്ട് തന്നെ അനൂപ് ഡോക്ടർ എന്ത് ഫുഡാ ഉണ്ടാക്കുന്നത്, ഞാൻ അനൂപ് ഡോക്ടറെ സഹായിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അനൂപിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള ആ ഒരു കാരണങ്ങൾ നാരായണി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് നമ്മുടെ അനൂപിനെ സഹായിക്കുന്ന നാരായണിയാണെങ്കിലോ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. തന്റെ ഉള്ളിൽ ഒരുപാട് പകയുടെ കനലുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് നാരായണി അനൂപിന് മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്. പക്ഷെ അതൊരിക്കലും അനൂപിനെ ചതിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല കേട്ടോ. ആ ഒരു ബാലഗോപാലിനെ എങ്ങനെയെങ്കിലും വക വരുത്തണം, അതിനുവേണ്ടി അയാളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ടൂള് മാത്രമാണ് അനൂപ്. അങ്ങനെ നാരായണിയും അനൂപും കൂടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതുപോലെ സംസാരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ബാലഗോപാലിന്റെ ജീപ്പ് അങ്ങോട്ട് വരുന്നത്. ഈ ജീപ്പ് കണ്ട പാടെ നമ്മുടെ അനൂപിന്റെ സകല നിയന്ത്രണവും വിട്ടു. അമ്മാവൻ എങ്ങാനും നാരായണിയെ തന്നോടൊപ്പം കണ്ടു കഴിഞ്ഞാൽ പിന്നെ താനോ അല്ലെങ്കിൽ നാരായണിയോ എന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് എന്റെ നാരായണി ഇതാ ബാലമാമ മുറ്റത്ത് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നീ എവിടെയെങ്കിലും പോയെന്ന് ഒളിക്കാൻ പറയാണ്. അപ്പൊ നാരായണി പറയുന്നുണ്ട്, അതിന് നിങ്ങളുടെ അമ്മാവൻ എന്നെ കണ്ടാൽ എന്താ പ്രശ്നം,
കാണേണ്ടതല്ലേ, എന്നാണെങ്കിലും അയാൾ എന്നെ കാണേണ്ടതാണ്. പിന്നെ ഞാൻ എന്തിനാ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം ദേ നമ്മുടെ കല്യാണം ഒന്ന് കഴിയുന്നത് വരെ നീ ഒന്ന് സഹകരിക്കണമെന്നും പറഞ്ഞ് നാരായണിയെ ഒളിപ്പിച്ചു വെക്കുകയാണ് അനൂപ്. അങ്ങനെ നാരായണി ഉണ്ടെന്ന് പോലും അറിയാതെ നമ്മുടെ ബാലമാമ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വന്ന പാടെ അനൂപിന്റെ ആ ഒരു മുഖത്തെ വെപ്രാളവും അതുപോലെ തന്നെ ആ ഒരു ടെൻഷനും ഒക്കെ കാണുമ്പോൾ ബാലഗോപാലിന് എന്തൊക്കെയോ ഒരു സംശയമൊക്കെ വരികയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. നന്ദി.